നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇർഷാദുൽ ഇബാദ് സബുക്ക് 59. അടുത്ത ഷർത്ത് എന്താണ്? മഅരിഫത്തു കൈഫിയത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ രൂപം അറിഞ്ഞിരിക്കണം. ബി അൻ യഅരിഫ ഫർദിയ്യതഹ, അങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരം ഫർളാണെന്ന് അറിയണം. ഫർദ് നിസ്കാരം ഫർളാണെന്ന് ആദ്യം മനസ്സിലാക്കണം. കുറേ കാലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയോ, ഞാനിതുവരെ ലൂറിസ്കാരം സുന്നത്താണെന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ജുമാസ്കാരം ഞാൻ സുന്നത്താന്നിട്ട് 2 റക്അത്തല്ലേ സുന്നത്താണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ്റെ ജുമാസ്കാരം ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ നിസ്കാരം ഫർളാണെന്ന് ആദ്യം മനസ്സിലാക്കണം. യുമയ്യിസ ഫറായിദഹ മിൻ സുനനിഹ, അല്ലെങ്കിൽ പിന്നെ എന്തും വേണം? ഫർളുകൾ സുന്നത്തുകളിൽ നിന്ന് വേർതിരിക്കണം. ഇത് ഫർള്, അത് സുന്നത്ത് എന്ന് വെവ്വേറെ മനസ്സിലാക്കണം. ഇല്ലാ ഫി ഹക്കിൽ ആമി, സാധാരണക്കാരൻ്റെ ഹക്കിലൊഴികെ. സാധാരണക്കാരന് അങ്ങനെ വേണമെന്നില്ല, അത് മുലമർക്ക് പറഞ്ഞതാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് മതി? ഫർളും സുന്നത്തല്ല അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയാലും മതി. ഇത് ഫർളാണ്, അത് സുന്നത്താണെന്ന് വെവ്വേറെ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്ത് ഉണ്ടാവരുത്? ഇദാലം യഖ്സിദിൻ നഫ്ല ബിമാ ഹുവ ഫർളുൻ, ഒരു ഫർളായ ഒരു കാര്യം സുന്നത്താണെന്ന് ഉദ്ദേശിക്കാൻ പാടില്ല. എന്തായി? റുക്കൂ അല്ലെങ്കിൽ സുജൂദ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫർളിനെ അവൻ എന്ത് കരുതി? സുന്നത്താണെന്ന് കരുതി. അത് പറ്റൂല. 2 സുജൂദും നിർബന്ധ. ഞാൻ മനസ്സിലാക്കിയത് ഒരു സുജൂദേ വേണ്ടുള്ളൂ, 2ാമത്തെ സുജൂദ് സുന്നത്താണെന്നാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു നോട്ടിക്കോ. അപ്പോൾ ഓന് 2 സുജൂദ് നിർബന്ധമില്ല, ഒരു സുജൂദേ നിർബന്ധമുള്ളൂ, 2ാമത്തെ സുജൂദ് സുന്നത്താണ് എന്നുള്ള എന്താണ് വിശ്വാസത്തിലാണുള്ളത്. അത് തെറ്റാണ്. അങ്ങനെ നിസ്കാരം ശരിയാവില്ല. അതേസമയം ഒരു ഫർളിനെ സുന്നത്താണെന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. കുറേ സുന്നത്തുണ്ട്, കുറേ ഫർളുണ്ട്. ഏതെല്ലാമാണ് സുന്നത്ത് ഏതെല്ലാമാണ് ഫർള് എന്നും വേർതിരിച്ചിട്ടൊന്നുമില്ല. എന്നാലും സാധാരണക്കാരന് നിസ്കാരം ശരിയാവും. എന്തുണ്ടാവാതിരുന്നാൽ മതി? ഒരു നിശ്ചിത ഫർളിനെ അത് സുന്നത്താണ് എന്നും വിശ്വസിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ മനസ്സിലാക്കി ചെയ്യാതിരുന്നാൽ മതി. പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ഷർത്ത് എന്താണ്? ത്വഹാറത്തുൻ അൻ ഹദസിൻ, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക. അശുദ്ധി 2 വിധമുണ്ട്, ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി. നമുക്കറിയാം. ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഉളു മുറിയുന്ന, ഉളുവില്ലാത്ത അവസ്ഥ. അപ്പോൾ എന്താണ്? അപ്പോൾ ഉളു എടുക്കണം. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ഉളു ഇല്ലാത്തവന് ഉളു എടുക്കണം. കുളി നിർബന്ധമായവന് കുളിക്കണം. മനിയ വന്നിട്ടോ ഹൈദ് വന്നിട്ടോ നിഫാസ് വന്നിട്ടോ അങ്ങനെ അതെല്ലാം മുങ്കത്തിയായി കഴിഞ്ഞാൽ എന്താണ്? കുളിച്ച് ശുദ്ധിയായിട്ട് വേണം. അതിൽ നിന്ന് ശുദ്ധിയായാലേ എന്താവുള്ളൂ? നിസ്കാരം സഹിയാവുള്ളൂ. അപ്പോൾ അത് ഷർത്താണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാവുക. ഇനി അടുത്ത ഷർത്ത് എന്താണ്? ത്വഹാറത്തു ബദനിൻ വ മൽബൂസിൻ വ മക്കാനിൻ അൻ നജസിൻ, ശരീരം, വസ്ത്രം, സ്ഥലം, നിസ്കരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ നജസിൽ നിന്ന് ശുദ്ധിയാവണം. അവൻ്റെ ശരീരം ശുദ്ധിയാവണം, അവൻ്റെ വസ്ത്രം ശുദ്ധിയാവണം. അപ്പോൾ കീശയിൽ എന്തുണ്ട്? നജസായ സാധനമുണ്ട്. മൊബൈലും കീശയിലിട്ടിട്ട് നടക്കുന്നത്. ഈ മൊബൈലാണെങ്കിൽ നേരത്തെ മൂത്രയിച്ച കുട്ടി ഇങ്ങനെ കൈമലെടുത്ത് കളിച്ചതാണ്. ആ മൊബൈലും കീശയിലിട്ടിട്ട് ഇവൻ നിസ്കരിക്കുന്നു. നിസ്കാരം ശരിയാവില്ല. ഇവൻ ധരിക്കുന്നത് എന്തായിരിക്കണം? നജസിനെ തൊട്ട് ശുദ്ധിയായിരിക്കണം. ഇവൻ നിസ്കരിക്കുന്ന സ്ഥലവും എന്തായിരിക്കണം? നജസിനെ തൊട്ട് ശുദ്ധിയായിരിക്കണം. അപ്പം നിസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൈയും കാലും അതുപോലെ തന്നെ ശരീരവും വസ്ത്രമൊക്കെ സ്പർശിക്കുന്ന സ്ഥലം എന്നർത്ഥം. ആ സ്പർശിക്കുന്ന സ്ഥലം എന്താവണം? നജസിനെ തൊട്ട് ശുദ്ധിയായിരിക്കണം. അതേസമയം ആ പായൻ്റെ ഏതോ ഒരു മൂലക്ക് നജസുണ്ട്, അവിടെയൊന്നും ഇവൻ സ്പർശിക്കുന്നില്ല. കട്ടിലിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നജസുണ്ട്, ഇവൻ അവിടെ ഒന്നും തൊടുന്നില്ല. അപ്പം നജസിൻ്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കുക, എന്നാലും ശരിയാവും. അപ്പം നജസിനെ തൊട്ട് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയാവണം. അത് നിർബന്ധം. സ്ഥലം എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ്റെ ശരീരം സ്പർശിക്കുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശം. അപ്പോൾ നജസ് ചുമക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് വിശദീകരണം അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുക. അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന മസല തന്നെയല്ലേ. എന്നാലും ഖഫായുള്ള ഒരുപാട് ഭാഗങ്ങൾ അവിടെ ഉണ്ടാവും. സബ്ക്ക് കേൾക്കുന്നവരുണ്ടെങ്കിൽ വ്യക്തമായി അറിയണമെങ്കിൽ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. അതേസമയം ലാ അൻ ദമി നഹവി ബർഗൂസിൻ, ചെള്ളു പോലത്തതിൻ്റെ രക്തത്തിനെ തൊട്ട് എന്തില്ല? അത് നജസ് തന്നെയാണ്. അതിനെ തൊട്ട് ശുദ്ധിയാവണമെന്നില്ല. അത് ഇനി അഫുവുള്ള നജസ് കുറച്ച് എന്താവുകയാണ്? മൂപ്പർ പറഞ്ഞു പോവുകയാണ്. അഫുവുള്ള നജസിന് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുള്ള പരിചയപ്പെടുത്തുകയാണെന്ന്
ചെള്ള് പോലത്തതിൻ്റെ രക്തത്തിനെ തൊട്ട് അഫുണ്ട് എന്നാ പറയും. അതിനെ തൊട്ട് ശുദ്ധിയാവണമെന്നില്ല. അതുമ്മലിൻ ചോരക്കുരുവിൻ്റെ രക്തം, ഹജമിൻ അല്ലെങ്കിൽ ഹിജാമത്തിന് ഹജമിന്നതിൽ കാണുന്ന ഏതായാലും ഹിജാമ ചെയ്തതിൻ്റെ രക്തം, അതുമ്മലും ഹജം എന്താണ് ചോരക്കുരു ഉണ്ടല്ലോ, മുഖക്കുരു വേറെ ചോരക്കുരു വേറെ. അപ്പോൾ അതിൻ്റെയൊക്കെ രക്തം. അതുപോലെ തന്നെ എന്താണ് ഹിജാമ ചെയ്തതിൻ്റെ രക്തം, കൊമ്പ് വെപ്പിച്ചതിൻ്റെ രക്തം. ഇൻ കസുറ അത്ര കൂടിയതാണെങ്കിലും എന്താണ് കുറെ പിന്നെന്താ ഉള്ള എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇൻ കസുറ അതെത്ര കൂടിയതാണെങ്കിലും ശരി, അതായത് ആ നജസ് കുറച്ച് അധികം ഉണ്ടെങ്കിലും ശരി, പക്ഷെ എന്താണ് ബിഗൈരി ഫീലിഹി അവൻ്റെ പ്രവർത്തനം കൊണ്ടാകാൻ പാടില്ല. അവൻ്റെ പ്രവർത്തനം അല്ലാത്തത് കൊണ്ട് എത്ര കൂടിയാലും ശരി. അവൻ തന്നെ മുഖക്കുരു പൊട്ടിച്ചിട്ട് എന്താക്കിയതാണ്, ഇങ്ങനെ ചോര പിഴിഞ്ഞെടുത്തതാണ്. എന്നാൽ പിന്നെ അവൻ്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിനെ തൊട്ടേ അഫുള്ളൂ നിസ്കാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്താൽ. അതേസമയം ഇവൻ വെറുതെ മാന്തിയിട്ട് ഇവൻ തന്നെ പുണ്ണാക്കിയിട്ടും ചോര ഇങ്ങനെ കുറേ അധികമായി, എന്നാൽ പിന്നെ അധികരിച്ചാൽ അഫു ഉണ്ടാവില്ല. ഇവൻ്റെ പ്രവർത്തനം കൊണ്ടല്ലാണ്ട് എന്താകുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചാൽ അതിന് എത്ര കൂടിയാലും എന്തുണ്ട് അഫു ഉണ്ട്. അതേപോലെ തന്നെ വല കലീൽ ദമി അജ്നബിയൻ, ഒരു അന്യൻ്റെ രക്തം അതിൻ്റെ കലീലിനെ തൊട്ട് അഫുണ്ട്. കുറഞ്ഞ രക്തമാണെങ്കിൽ അതിനെ തൊട്ടും ശുദ്ധിയാവണമെന്നില്ല എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞതിനെ തൊട്ട് അഫുണ്ട് എന്നർത്ഥം. അന്യൻ്റെ രക്തം ഇവനല്ലാത്ത അടുത്തുള്ള നിസ്കരിക്കുന്ന ആളെ രക്തം ഇവൻ്റെ മേത്തായി, അല്ലെങ്കിൽ കൊതുവിൻ്റെ രക്തം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ അന്യൻ എന്ന് പറഞ്ഞാൽ ഇവനല്ലാത്ത ഏത് ജീവിയായാലും. ഗൈരി നഹവി കൽബിൻ, നായ പോലോത്തതിൻ്റെ അല്ല. നായ പോലോത്തതിൻ്റെ എത്ര കുറഞ്ഞതാണെങ്കിലും മുഗല്ലദായ നേസാണല്ലോ, കടുപ്പപ്പെട്ട നേസ്, നായ പന്നി അതിൻ്റെ ഫുറൂകൾ. അപ്പോൾ അതിൻ്റെ എത്ര കുറഞ്ഞാലും അത് എന്താണ് നജസ് പൊറുക്കപ്പെടില്ല. അല്ലാത്ത നേസിനെ തൊട്ട് അഫുണ്ട്, ഇത് അന്യൻ്റെ കുറഞ്ഞ രക്തത്തിനെ തൊട്ട്. ഹൈദ് പോലാത്തതിൻ്റെ രക്തത്തിനെ തൊട്ട് അഫുണ്ട്, കുറഞ്ഞതിനെ തൊട്ട്. വലാൻ റൗസി ബൗലിൻ അഹബി ഖുഫാഷ്, വവ്വാല് പോലത്തതിൻ്റെ മൂത്രം, കാഷ്ടം എന്നിവയെ തൊട്ടും അഫുണ്ട്. അതിനെ തൊട്ടും ശുദ്ധിയാവണമെന്നില്ല. വൈൻ കസുറ എത്ര കൂടിയാലും ശരി. എപ്പോൾ പഴയ പള്ളിയിലൊക്കെ എന്തുണ്ട്, വവ്വാലിൻ്റെ കാഷ്ടം വല്ലാണ്ട് ഉണ്ടാവും. അത് എത്ര വൃത്തിയാക്കിയാലും പിന്നെ അത് വന്ന് തീറും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മുക്രിക്കാക്കിത് വൃത്തിയായിക്കൊണ്ടിരിക്കലേ പണി ഉണ്ടാവുള്ളൂ. അതിനെ തൊട്ട് അഫുവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചോട്ടിയിട്ടല്ലാണ്ട് കൊതു കൊടുത്തിട്ട് അങ്ങോട്ട് കയറാനും ആക്കാനൊന്നും കഴിയൂല. യോഫ അഫു ചെയ്യപ്പെടുന്നതാണ് അന്തർക്ക് തുയൂരിൻ ഫിൽ മസ്ജിദ്, പള്ളിയിലുള്ള പക്ഷിക്കാഷ്ടത്തിനെ തൊട്ട് അഫു ചെയ്യപ്പെടുന്നതാണ്. വവ്വാല് നാക്കണ്ട, പക്ഷിക്കാഷ്ടത്തിനെ തൊട്ടൊക്കെ അഫു ഉണ്ട്. ഇൻ കസുറ എത്ര കൂടിയാലും ശരി അഫു ഉണ്ട്. പക്ഷെ ഈ മഴക്കാലത്തെല്ലാം മഴപ്പാറ്റെല്ലാം കുറേ ഉണ്ടാവുമല്ലോ, കാഷ്ടമല്ല പിന്നെ മഴപ്പാറ്റ തന്നെയാണ്. എന്താണ് ജീവി ചത്തതാ അല്ലേ, ചത്തതിന് മൈത്തത്തിനെ തൊട്ടുള്ള അഫുവാണ് അവിടെ ചിന്തിക്കേണ്ടത്. ഇപ്പം പറയുന്നത് എന്താണ്, പറഞ്ഞാലോ പെടില്ല. അപ്പോൾ പിന്നെ പള്ളിയിലുള്ള പക്ഷിക്കാഷ്ടത്തിനെ തൊട്ട് അഫുണ്ട്, അഫു ചെയ്യപ്പെടുന്നതാണ്. വൈങ്കസുറ എത്ര കൂടിയാലും ശരി. മാലം യതഅമ്മദ് മുലാഖാത്തുഹു, എന്താക്കാൻ പറ്റൂല, മനഃപൂർവ്വം അതിൻ്റെ മേലെ ചവിട്ടാൻ പറ്റൂല. മീൻ ഗൈരി ഹാജത്തിന്, ആവശ്യമില്ലാണ്ട്. സുജൂദിൽ അവിടെ തന്നെ കൈവെക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ തീട്ടത്തിൽ തന്നെ നെറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ കുറച്ച് മാറ്റിയിട്ട് വെക്കണം. അപ്പോൾ ആവശ്യമില്ലാണ്ട് മനഃപൂർവ്വം എന്താക്കാൻ പറ്റൂല, അതിൻ്റെ മേലെ പിന്നെ സ്പർശിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ അഫു ഉണ്ടാവില്ല. അതുപോലെ തന്നെ വലം യക്കുൻ ഹുവ ഔ മുമാസുഹു റതുബൻ, ആ കാഷ്ടം തൂര്യപാടുള്ള പച്ചക്കാഷ്ടാകാൻ പാടില്ല, പുരളുന്ന കാഷ്ടം നനവുള്ളതാവാൻ പാടില്ല. കാഷ്ടം മാത്രമല്ല ഇവൻ സ്പർശിക്കുന്ന സ്ഥലവും നനവുള്ളതാകാൻ പാടില്ല. ഇവൻ ഉളുകൊടുത്ത കൈകൊണ്ട് അങ്ങനെ തന്നെയാണ് ഉണങ്ങിയ കാഷ്ടത്തുമ്മലാന്ന് എന്താകുന്നത് കൈവെക്കുന്നത്. പക്ഷെ ഇവൻ്റെ ഉളുകൊടുത്ത കൈയാണ്, കാഷ്ടം ഉണങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ്റെ കൈമതിൽ നനവുണ്ട്, അതും പറ്റില്ല. എന്നാലും അഫുവില്ല. അപ്പം നനവില്ലാതെ ഇവൻ്റെ കയ്യിലോ അതുപോലെ തന്നെ ആ കാഷ്ടത്തിലോ നനവില്ലാതെ നല്ല ഉണങ്ങിയ കാഷ്ടത്തിൽ മനഃപൂർവ്വം തൊടുന്നതല്ല എങ്കിൽ അവിടെ എന്തുണ്ട്, അഫു ഉണ്ട് എന്നാ പറഞ്ഞത്. ഓരോന്നും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. ഇനി നിസ്കാരത്തിൻ്റെ ഫർളുകളിലേക്കാണ് കിടക്കാനുള്ളത്.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.